രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയ ജീവിതത്തിലൂടെയുള്ള യാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ജയദേവൻ എന്നും പറഞ്ഞ് ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ, അതെടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, ബുധനാഴ്ച ഭജഗോവിന്ദം, വ്യാഴാഴ്ച ജയദേവ കവിയുടേത്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. എൻ്റെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ എഗ്രിമെൻറ്റ്. ദൂരത്തുനിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, 9645333999. അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അതേ കണക്ക് ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലേക്ക് എനിക്കൊരു എന്നെ ഒന്ന് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലൊരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾ നിശ്ചയമായും അഷ്ടാവക്ര ഗീത കേൾക്കണം. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അറിയേണ്ടവ, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ, രാധികാ കവചൻ 2 ഉണ്ട്, അത് 2 കേൾക്കണം. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഉണ്ട്. കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും രാവിലെ പുതിയ അറിവ് നൽകുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന മോട്ടിവേഷണൽ സ്പീച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പം നമുക്ക് ആരംഭിക്കാം. ജയദേവ കവിയുടെ ജീവിത കഥയിലേക്ക് തിരിച്ചു വരാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായിരുന്നൊരു വീഡിയോ ഉണ്ട്. വിശുദ്ധമായ ആ വീഡിയോ നിങ്ങൾ കേൾക്കണം. അത് കേൾക്കാതിരിക്കരുത്. കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഗുരുവായൂർ പോയതുകൊണ്ട് 2-3 ദിവസം മുടങ്ങി. നിങ്ങൾക്കത് ഇന്ന് മുതൽ ലളിതാ സഹസ്രനാമം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും, മറ്റതിൻ്റെ ബാക്കി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ജയദേവ കവി പരാശരൻ്റെ തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അവർ പറയുകയാണ്, ഈ ജയദേവൻ ഒരു വകയും ചെയ്യത്തില്ല. ഇവിടെ വന്നിരുന്ന് വൈകുന്നേരം വരിക, വെക്കുന്നത് തിന്നുക, കിടക്കുക, ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി ഇനി വെച്ചു വിളമ്പാൻ എനിക്ക് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. അത് ജയദേവൻ കേട്ടു. ജയദേവന് വല്ലാത്ത വിഷമമായി പോയി. അന്ന് രാത്രി ജയദേവൻ എഴുന്നേറ്റു. പതുക്കെ തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി. കുറേ നേരം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാധവ എനിക്കൊരു വഴി കാണിച്ചു താര മാധവ. എന്നിട്ട് ജയദേവ കവി തിരികെ വന്നു. കിടന്നിട്ടും ജയദേവ കവിക്ക് ഉറക്കം വരുന്നില്ല. അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചു. തൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തൊരു ബാഗിനകത്താക്കി വെച്ചു. എന്നിട്ട് അവിടെ നിന്നിറങ്ങി എങ്ങോട്ട് പോകണമെന്നൊരു നിശ്ചയവുമില്ല. അദ്ദേഹം പതുക്കെ നടന്ന് പ്രാച്ചിയുടെ തീരത്തെത്തി. പ്രാച്ചി നദി ശാന്തമായി ഒഴുകുകയാണ്. ഒരു നിമിഷം ജയദേവ കവി പ്രാച്ചിയെ നോക്കി നിന്നു. അതിനുശേഷം ജയദേവ കവി പറഞ്ഞു, പ്രാച്ചി, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നീ എന്നെ ചതിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്തോ ഒരു ഉദ്ദേശം നിനക്കുണ്ട്. കാരണം ഈ ലോകത്ത് ആരെയും ചതിക്കാൻ നിനക്ക് കഴിയില്ല. നീ അത്രയ്ക്ക് പാവമാണ്. എങ്കിലും പ്രാച്ചി, നീ എന്നിലേൽപ്പിച്ച മുറിവ് അത് വളരെ വലുതാണ് പ്രാച്ചി. ഞാൻ വിട്ടുപോവുകയാണ്. ഈ ഗ്രാമം വിട്ടുപോവുകയാണ് പ്രാച്ചി. നിന്നെയും ഞാൻ വിട്ടുപോവുകയാണ്. ജയദേവൻ കുനിഞ്ഞ് തൻ്റെ കൈകളിൽ ആ വെള്ളമെടുത്തു. അതിനുശേഷം ആ വെള്ളമെടുത്ത് തൻ്റെ മുഖം കഴുകി. ആ സമയത്ത് ഒരു ഇളം കാറ്റ് വന്ന് ജയദേവനെ തഴുകി കടന്നുപോയി. ജയദേവൻ ആരോ തൻ്റെ തലമുടിയിലൂടെ വിരലോടിക്കുന്നത് പോലെ തോന്നി. പക്ഷെ ആരെയും കണ്ടില്ല. ജയദേവൻ വിചാരിച്ചു, പ്രാച്ചിയാണോ. ഒരു നിമിഷം കണ്ണുകളടച്ച് ജയദേവൻ അവിടെ തന്നെ നിന്നിട്ട് ജയദേവൻ പറഞ്ഞു, പ്രാച്ചി, എനിക്ക് വിട തരിക. എനിക്ക് നിന്നോട് അല്പം പോലും വിദ്വേഷമില്ല. നീ പകർന്നു തന്ന പ്രണയം അത് കുറച്ചു നാളത്തേക്കാണെങ്കിലും അതെന്നെ മറ്റൊരാളാക്കി മാറ്റി. എൻ്റെ ഹൃദയത്തിൽ ആ പ്രണയം എന്നും ഉണ്ടായിരിക്കും. എൻ്റെ അവസാന ശ്വാസം വരെ ആ പ്രണയം ഉണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം ആ നദിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രാച്ചി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് സ്ത്രീയില്ല. ഞാൻ പോവുകയാണ്. ഇനി ഒരു സ്ത്രീയും കടന്നു വരണ്ടെന്നാണ് എൻ്റെ നിശ്ചയം. എൻ്റെ ജീവിതം ഞാൻ ഇനി ഭഗവത് സേവയിലേക്ക് മാറ്റിവെക്കുകയാണ് പ്രാച്ചി. അവിടെ നിന്ന് ജയദേവ കവി പതുക്കെ നടന്നു നീങ്ങി. ജയദേവ കവി മനസ്സിനെ ദൃഢമാക്കി. പഴയതിനെയൊക്കെ മറക്കുക. മനസ്സ് മാധവനിലേക്ക് തിരിക്കുക. കയ്യിൽ ജയദേവ കവി നിത്യവും പൂജിക്കുന്ന മാധവ മൂർത്തിയെയും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു ചെറിയ ക്ഷേത്രത്തിലെത്തി.
അവിടെ നല്ല ഒരു നരച്ച താടിയൊക്കെ ഉള്ള ഒരു സന്യാസി ഇരിക്കുകയാണ്. ജയദേവ കവിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ സന്യാസി ചോദിച്ചു, മകനെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ടേക്ക് പോകുന്നു? അപ്പോൾ ജയദേവൻ ഒന്നും പറഞ്ഞില്ല. ജയദേവൻ ചോദിച്ചു, ഞാൻ ഇവിടെ അല്പം ഒന്ന് വിശ്രമിച്ചോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളിടത്തോളം കാലം മകനെ നിനക്കിവിടെ കഴിയാം. അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് കയറി മാധവമൂർത്തിയെ ഒരു സ്ഥലത്ത് വെച്ചു. അതിൻ്റെ അരികിലായിട്ട് ജയദേവ കവി ഇരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ വല്ലാത്ത ഒരു സമാധാനം ജയദേവന് തോന്നി. അപ്പോൾ ആ സന്യാസി ക്ഷേത്രത്തിലെ പ്രസാദം കൊടുത്തു. ജയദേവൻ അത് കഴിച്ചു. കുറേ നേരം ജയദേവൻ അവിടെ വിശ്രമിച്ചു. അതിനുശേഷം ജയദേവ കവി പറഞ്ഞു, ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ പറഞ്ഞു, മകനെ, നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നീ ഒരു നല്ല ഭക്തനാണെന്ന് കണ്ടാലറിയാം. സാക്ഷാൽ മാധവൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവിടെ നിന്ന് ആ മാധവ മൂർത്തിയെയും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ജയദേവൻ ഇങ്ങനെ യാത്ര തുടർന്നു. നടന്ന് 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 എങ്ങോട്ടേക്കാണെന്ന് ജയദേവന് തന്നെ നിശ്ചയമില്ലാത്തൊരു പോക്കാണത്. പക്ഷേ ഒടുവിൽ ജയദേവൻ ആ ചെന്നെത്തിയ നഗരിയുടെ പേര് വായിച്ചു, പുരി. പുരി. അങ്ങനെ പുരി നഗരത്തിൽ ആരെത്തിച്ചേരുകയാണ്? ജയദേവ കവി എത്തിച്ചേരുകയാണ്. അപ്പോൾ ജയദേവ കവി നോക്കിയപ്പോൾ അവിടെ ബഡാദണ്ഡയിൽ കുറേ പേര് കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒഡീഷയിലാണ് ഈ പുരി എന്ന് പറയുന്നത്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള പ്രസിദ്ധമായ വീതി കൂടിയ വഴി. ബഡ എന്ന് പറഞ്ഞാൽ ഒഡീഷ ഭാഷയിൽ വലുതെന്നർത്ഥം, ദണ്ഡ എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. അപ്പോൾ വീതി കൂടിയ വഴി. അപ്പോൾ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ള വീതിയേറിയ വഴി. ആ വഴിയിലൂടെയാണ് ലോകപ്രശസ്തമായ രഥയാത്ര, ഒഡീഷ പുരിയിലെ രഥയാത്ര നടക്കുന്നത്. അതിലൂടെയാണ് നടക്കുന്നത്. അവിടെ രാത്രിയാകുമ്പോൾ ജഗന്നാഥന്റെ ഭക്തന്മാർ തുണികളോ പായോ വിരിച്ചു കിടന്നുറങ്ങും. ജയദേവൻ നോക്കിയപ്പോൾ ബഡാദണ്ഡയിൽ നിരവധി പേര് കിടക്കുകയാണ്. അവരുടെ കൂടെ ജയദേവനും ചേർന്നു. ഒരു തുണി വിരിച്ച് ജയദേവൻ കിടന്നു. അതിരാവിലെ ജയദേവൻ എഴുന്നേറ്റു. അവിടെ നിന്നും അദ്ദേഹം മഹോദധിയിലേക്ക് പോയി. മഹോദധി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടലാണ്. ആ കടലിൽ ചെന്നു. അവിടുത്തെ തണുത്ത കാറ്റുകൊണ്ടു വല്ലാത്ത ശാന്തത. ജയദേവ കവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ജയദേവ കവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരാ മണൽ പുറത്തേക്ക് വീണു. അതെ, ഞാൻ ഒടുവിൽ ഒഡീഷയിലെ ജഗന്നാഥന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവിടെയെല്ലാം ജഗന്നാഥന്റെ പ്രസാദം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. ഒഡീഷയിലെ ഓരോ ആളുകളുടെയും ഹൃദയമാണ് ജഗന്നാഥൻ. അവർക്ക് വെറും ഒരു ദൈവം മാത്രമല്ല. ജയദേവ കവി നന്നായി കടലിലൊന്ന് കുളിച്ചു. എന്നിട്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. തൻ്റെ മാധവ മൂർത്തിയെ അവിടെ വെച്ചു. അവിടെ വെച്ചതിന് ശേഷം കൽപ്പവൃക്ഷത്തിനെ ജയദേവൻ പരിക്രമണം ചെയ്തു, മന്ത്രങ്ങൾ ചൊല്ലി. എന്നിട്ട് പ്രധാന ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ കയറിയപ്പോൾ തനിക്കെന്തോ ഒരു കറണ്ടടിക്കുന്നത് പോലെ, തൻ്റെ ശരീരത്തിലേക്ക് ഏതോ ഒരു ഊർജം കയറുന്നത് പോലെ തോന്നി. ജഗന്നാഥൻ നമ്മുടെ ശ്രീകൃഷ്ണനാണ്. ജഗന്നാഥന്റെ ഓറ തന്നെ വലയം ചെയ്യുന്നത് പോലെ ഇങ്ങനെ തോന്നി. അദ്ദേഹം മറ്റു ഭക്തജനങ്ങളോടൊപ്പം ഇങ്ങനെ ക്യൂ നിന്നു. നടന്ന് നടന്ന് ഒടുവിൽ ജഗന്നാഥന്റെ മുന്നിലെത്തി. ആ വിഗ്രഹത്തിലേക്ക് നോക്കി. ജയദേവ കവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി.
ജയദേവ കവി ദണ്ഡ നമസ്കാരം ചെയ്തു. അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞു, ഭഗവാനെ ജഗന്നാഥ, എന്താണ് എൻ്റെ ദൗത്യം? എൻ്റെ ദൗത്യം എന്താണ്? എനിക്കറിയില്ലല്ലോ ഭഗവാനെ, എനിക്കറിയില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് കരഞ്ഞു. ആ സമയത്ത് ക്ഷേത്രത്തിലെ പൂജാരി ഇറങ്ങി വന്നു. ജയദേവന്റെ ദുഃഖം അദ്ദേഹം കണ്ടു. ജയദേവനെ അദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ജയദേവനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, മകനെ നീ കരയണ്ട, ശാന്തമായിരിക്കൂ. ജഗന്നാഥൻ നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ മുഖത്ത് ഭക്തി വെട്ടിത്തിളങ്ങുന്നുണ്ട്. നിശ്ചയമായും ജഗന്നാഥൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് പൂജാരി അമ്പലത്തിലെ പ്രസാദം എടുത്തു കൊടുത്തു. അതിൽ 1-2 തുളസി ഇലയും ഉണ്ടായിരുന്നു. തിരിച്ച് കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി ആ പ്രസാദം കഴിച്ചു. ജയദേവൻ വിശപ്പടക്കി. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന മാധവമൂർത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, മാധവ നന്ദി, നീ എനിക്ക് രാവിലെ അന്നം തന്നല്ലോ, നന്ദി. അന്ന് മുഴുവനും ജയദേവൻ ആ ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞു. മറ്റു ഭക്തരോടൊപ്പം വീണ്ടും വീണ്ടും ദർശനത്തിന് ക്യൂ നിന്നു. വീണ്ടും വീണ്ടും ജഗന്നാഥനെ കണ്ടു. ഓരോ പ്രാവശ്യവും ജഗന്നാഥനെ കാണുമ്പോൾ ജയദേവ കവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരടർന്നു വീണു. അവിടെ പ്രസാദം കൊടുക്കുന്ന സ്ഥലമുണ്ട്, അതാണ് ആനന്ദ ബസാറ്. ആ ആനന്ദ ബസാറിൽ മറ്റുള്ളവരോടൊപ്പം ക്യൂ നിന്നു. അവിടെ നിന്ന് പ്രസാദം വാങ്ങി കഴിച്ചു. ഉച്ചയ്ക്കും വൈകുന്നേരവും ഒടുവിൽ അവസാനത്തെ പൂജയും കഴിഞ്ഞപ്പോൾ ക്ഷേത്ര പൂജാരി ഇറങ്ങി വന്നു. എല്ലാവരും പിരിഞ്ഞിട്ടും ജയദേവൻ അവിടെ ഇരിക്കുകയാണ്. ആ ക്ഷേത്ര പൂജാരി കരുണയോടുകൂടി ജയദേവനോട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ക്ഷേത്രമടയ്ക്കും, ഇപ്പോൾ നീ പോകൂ, എന്നിട്ട് നാളെ വരൂ. ജയദേവൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ബഡാദണ്ഡയിലെത്തി. എന്തോ ജയദേവ കവിക്ക് വല്ലാത്ത സമാധാനം തോന്നി. എന്നിട്ട് തൻ്റെ ബാഗ് എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചു. ബാഗിൽ തല വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ കണ്ണുകളടച്ച് കിടക്കുകയാണ്. കണ്ണുകളടച്ച് കിടന്നപ്പോൾ പ്രാചീന ഓളങ്ങൾ ഇങ്ങനെ തൻ്റെ മുന്നിലേക്ക് വരുന്നതായി തോന്നി. ഒരു നിമിഷം വീണ്ടും പ്രാച്ചിയുടെ തലോടൽ തൻ്റെ തലമുടിയിലൂടെ കടന്നു പോകുന്നതായി തോന്നി. അപ്പോൾ ജയദേവ കവി കണ്ണു തുറന്നു. പ്രാച്ചി, നീ ഇവിടെ ഉണ്ടോ? പ്രാച്ചി, നീ എൻ്റെ പിന്നാലെ ഉണ്ടോ? നീ പിന്നെ എന്തിനാണ് എന്നെ വിട്ടിട്ട് പോയത്? പക്ഷെ അവിടെ എങ്ങും ആരെയും പ്രാച്ചി കണ്ടില്ല. പക്ഷേ പ്രാച്ചിയെ ജയദേവൻ കണ്ടില്ല. പക്ഷേ ജയദേവന്റെ നെറ്റിയിൽ അല്പം തണുത്ത ജലം ഇരിക്കുന്നത് കണ്ടു. ജയദേവൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ? ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ, ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ഇതില്ലായിരുന്നല്ലോ. പ്രാച്ചി, നീ എന്നെ തിരക്കി വന്നതാണോ? അങ്ങനെ കിടന്ന് ജയദേവ കവി ഉറങ്ങിപ്പോയി. അടുത്ത ദിവസവും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം വീണ്ടും മഹോദധിയിലേക്ക് പോയി. അവിടെ പോയി കുളിച്ചു. എന്നിട്ടോ ക്ഷേത്രത്തിലെത്തി നന്നായി തൊഴുതു. ആനന്ദ ബസാറിലെത്തി അവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ചു. എന്നിട്ട് അന്ന് മുഴുവനും അവിടെ മൊത്തം എന്ത് ചെയ്തു? അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെ അലഞ്ഞു തിരിയുന്ന അവസരത്തിൽ അവിടെ നിന്നും തുളസി ശേഖരിച്ചു. ആ തുളസി ശേഖരിച്ചിട്ട് എന്ത് ചെയ്തു? മാല കെട്ടി. ആ മാല കൊണ്ടുവന്ന് ജഗന്നാഥന് സമർപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വീട് വിട്ടതിൽ പിന്നെ ജയദേവ കവി ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ ജയദേവ കവിയുടെ ജീവിതം ഇങ്ങനെയാണ്. എന്നും ബഡാദണ്ഡിൽ ഉറങ്ങും. രാത്രി ബ്രാഹ്മ മുഹൂർത്തത്തിന് മുന്നേ എഴുന്നേക്കും. മഹോദധിയിൽ പോയി കുളിക്കും. പകല് മുഴുവനും ക്ഷേത്രത്തിനുള്ളിലാണ്. എത്ര കണ്ട് ജഗന്നാഥനെ തൊഴുതാലും തൃപ്തി വരില്ല. ഓർമ്മ വരണേ, പുരി ജഗന്നാഥ ക്ഷേത്രം. ജഗന്നാഥൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെയാണ് അവർ ജഗന്നാഥൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കൃഷ്ണനെ എത്ര തൊഴുതാലും മതി വരികയില്ല. അപ്പൊ ജയദേവ കവി എന്താ ചെയ്യുന്നത്? രാവിലെ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ അങ്ങ് നിരന്തരം ക്യൂ ഉള്ളപ്പം ക്യൂവിൽ നിന്നങ്ങ് തൊഴുകയാണ്.
തൊഴുകയാണ്. തൊഴുതിട്ട് വീണ്ടും വന്ന് ക്യൂ നിൽക്കും. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ സമയമാകുന്നത് വരെ അങ്ങനെ തൊഴും. എന്നിട്ട് ഉച്ചയാകുമ്പോൾ ആനന്ദ ബസാറിൽ ചെന്ന് പ്രസാദം വാങ്ങിക്കും. വീണ്ടും നട തുറക്കുമ്പോൾ അവിടെ ആരുണ്ടാകും? ജയദേവൻ. എന്നിട്ട് നട അടയ്ക്കുന്നത് വരെ ജഗന്നാഥനെ കണ്ട് തൊഴുതിങ്ങനെ നിൽക്കും. എന്തിനേറെ പറയുന്നു, ജയദേവൻ ജഗന്നാഥനുമായി അടുപ്പത്തിലാവുകയാണ്. ജഗന്നാഥ സ്വാമിയെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ വയ്യ എന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ ജയദേവ കവിയുടെ ഹൃദയം തുടിക്കുകയാണ്. അയ്യോ, എനിക്കിനി നാളെയല്ലേ എൻ്റെ ജഗന്നാഥനെ കാണാൻ പറ്റൂ, എൻ്റെ ശ്രീകൃഷ്ണനെ എനിക്ക് നാളെയല്ലേ കാണാൻ പറ്റൂ. കൃഷ്ണ കൃഷ്ണ, അതുവരെ ഈ വിരഹം ഞാൻ എങ്ങനെ താങ്ങും? അതുവരെ ഈ വിരഹം ഞാൻ എങ്ങനെ താങ്ങും? ഉറങ്ങിക്കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കാരണം തനിക്ക് ജഗന്നാഥനെ കാണാതെ വയ്യ, ജഗന്നാഥനെ കാണാതെ ജീവിക്ക വയ്യ. രാവിലെ എഴുന്നേറ്റാൽ ഓട്ടമാണ് മഹോദധിയിലേക്ക്. വേഗം കുളിച്ചിട്ട് വരും. എന്നിട്ട് ജഗന്നാഥനെ കാണും. അവിടുത്തെ പൂജാരി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭക്തി കണ്ടിട്ടില്ല ജഗന്നാഥന്. അതായത് ശരിക്കും പറഞ്ഞാൽ ജയദേവ കവി ജഗന്നാഥനുമായി അഗാധമായി അടുത്തു കഴിഞ്ഞു. ചിലർക്ക് പ്രണയത്തിലായാൽ സ്വന്തം കാമുകിയെ കാണാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ലല്ലോ. അതേ കണക്കാണ് ഇന്ന് ജയദേവ കവി ശ്രീകൃഷ്ണനുമായുള്ള അടുപ്പം അത്ര കണ്ടങ്ങ് അടുത്തു കഴിഞ്ഞു. ഇപ്പൊ പകല് മുഴുവൻ ക്ഷേത്രത്തിനുള്ളില്. അങ്ങനെ പതുക്കെ പതുക്കെ ജയദേവൻ അവിടുത്തെ മറ്റ് സന്യാസിമാരുമായി അടുത്തു. ബഡാദണ്ഡിൽ കിടന്നുറങ്ങുന്ന മറ്റ് സന്യാസിമാരുമായിട്ട് അടുത്തു. അവര് പരസ്പരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ പറഞ്ഞു. അവര് ഭജനകൾ പാടി. എന്നും മാല കെട്ടി ഭഗവാന് നൽകും. അങ്ങനെ 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 ദിവസങ്ങൾ കടന്നു പോയി 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 ഒരു ദിവസം രാത്രിയായി. അന്ന് രാത്രി അതേ അത് സംഭവിക്കുകയാണ്. ബഡാദണ്ഡിൽ കടന്ന ആ രാത്രി ജയദേവന്റെ ജീവിതം അടിമുടി മാറ്റിമറിച്ച രാത്രി. അതേ, ആ രാത്രി സമാഗതമായി. അന്ന് രാത്രിയിൽ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായൈ സ്വാഹ.